നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2023 ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇനി വരുന്ന പരീക്ഷകൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. ഷുവർ ഷോർട്ട് ഫാക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ഫാക്ട്: ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാണ്? PSC ഓൾറെഡി ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൊല്ലം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഏതാ? കൊല്ലം ജില്ല. പഞ്ചായത്ത് ചോദിച്ചാൽ ഏതാ? കുളത്തൂപ്പുഴ പഞ്ചായത്ത്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല. ഈ ചോദ്യവും PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. കുസാറ്റ് ആണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് എവിടെയാ? കണ്ണൂര്. കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്? മന്ദഹാസം, അതായത് കൃത്രിമ ദന്തങ്ങൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. ഈ പദ്ധതി തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിലാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ്. 13ാമതായിട്ട് 52 ടൂറിസം കേന്ദ്രങ്ങളിൽ 13ാമത്തെ സ്ഥാനമായിട്ട് കേരളം ഉൾപ്പെട്ടു. അപ്പൊ ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം ആര്? PT ഉഷ. PT ഉഷയാണ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പിന് അർഹമായ ജില്ല ഏത്? 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് ജില്ലയാണ് 2023 കപ്പുയർത്തിയത്. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ല. സ്വരാജ് ട്രോഫി മികച്ച ജില്ല, മികച്ച കോർപ്പറേഷൻ, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് മുതലായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് സ്വരാജ് ട്രോഫി നൽകുന്നത്. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലമാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി, മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലമാണ്. മികച്ച ജില്ല കൊല്ലം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി, മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഇമ്പോർട്ടന്റ് ആണ്. കേരളം. കേരളമാണ് ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയതാര്? ശ്രീകുമാരൻ തമ്പിയാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത്. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതെന്ന? 2023 ഏപ്രിൽ മാസം 25-നാണ് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 2023 ഏപ്രിൽ 25. ഇപ്പൊ കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോഗോ എന്തുവായിരുന്നു? കുതിച്ചു ചാടുന്ന ചീറ്റ. കുതിച്ചു ചാടുന്ന ചീറ്റ. അപ്പൊ പറഞ്ഞ ഫാക്ട്സ് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് ആണ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണ്. കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്? മന്ദഹാസം പദ്ധതിയാണ്. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പിന് അർഹമായ ജില്ല കോഴിക്കോട് ജില്ലയാണ്.
2021-22 സ്വരാജ് ട്രോഫി മികച്ച ജില്ല കൊല്ലം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി, മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പി. കേരളത്തിന്റെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് സർവീസ് നടത്തുന്നത്. കുതിച്ചു ചാടുന്ന ചീറ്റയാണ് പുതിയ ലോഗോ, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതിയ ലോഗോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സൂചകങ്ങളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റാണ്, വിവർത്തകയാണ്, ചെറുകഥാകൃത്താണ്. ചന്ദ്രഗിരിയ തീരാദല്ലി, അതായത് ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ ആണ് ആദ്യത്തെ നോവൽ. ഐഷാറാമദല്ലി എന്ന യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മനോമി, PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയ നിരവധി കൃതികൾ മലയാളത്തിൽ നിന്ന് കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ സാഹിത്യകാരി? സാറ അബൂബക്കർ. കന്നഡയിലെ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരിയായ സാറ അബൂബക്കറിനെ പറ്റിയാണ് വിവരിച്ചിരിക്കുന്നത്. മാധവിക്കുട്ടിയുടെ മനോമി, PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി PK ബാലകൃഷ്ണൻ രചിച്ച നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇത് എങ്ങോട്ടേക്ക്? മലയാളത്തിൽ നിന്ന് കന്നഡയിലേക്ക് തർജ്ജമ ചെയ്തത്, വിവർത്തനം ചെയ്തത് സാറ അബൂബക്കർ ആണ്. അടുത്ത ചോദ്യം, പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആര്? MB രാജേഷിന്റെ പുസ്തകമാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര? TK മാധവൻ. പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആര്? ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനാണ്. ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനാണ് പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. PK റോസി മലയാള സിനിമയിലെ ആദ്യത്തെ നായിക. വിഗതകുമാരനിലെ നായികയാണ് PK റോസി. PK റോസിയുടെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്നു. അതായത് നമ്മൾ ഗൂഗിൾ എടുക്കുമ്പോഴത്തേക്കും ഗൂഗിളിന്റെ അവിടുത്തെ ആ ചിത്രം ഗൂഗിൾ ഡൂഡിൽ എന്നാണ് പറയുന്നത്. അത് PK റോസിയുടെ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ എന്ത് ചെയ്തിരുന്നു? ആഘോഷിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം, മലയാള സിനിമയിലെ ആദ്യത്തെ നായികയുടെ പേരെന്ത്? PK റോസി. വിഗതകുമാരൻ എന്ന ആദ്യത്തെ മലയാള ചലച്ചിത്രത്തിലെ നായികയായിരുന്നു PK റോസി. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. VK മോഹൻ കമ്മീഷൻ. നീതി ആയോഗിന്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമത് കേരളം. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? പൊന്മുടി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലാണ് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. രാജ്യത്തിന്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെറുവൈക്കലാണ്. യുദ്ധസ്മാരകം, വീരജവാന്മാരുടെ സ്മരണയ്ക്കായുള്ള യുദ്ധസ്മാരകം. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം കേരളം. നേരത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് ഫാക്ട്സ് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളമാണ്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണെന്ത്? അനന്യ മലയാളം. ഇപ്പോ സാറ അബൂബക്കർ കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയാണെന്ന് ഓർക്കുക. പരാജയപ്പെട്ട കമ്പോള ദൈവം MB രാജേഷ് എഴുതിയ പുസ്തകമാണ്. വൈക്കം സത്യാഗ്രഹം 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായി. പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനാണ്. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുത്തു. PK റോസി മലയാള സിനിമയിലെ ആദ്യ നായികയാണ്. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽത്തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ.
2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ പൊന്മുടി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിൽ വെച്ചാണ് നടന്നത്. പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. രാജ്യത്തിന്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ചെറുവയ്ക്കൽ, തിരുവനന്തപുരം. ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം കേരളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരെന്താ? അനന്യ മലയാളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ. ഏതാ? കൊച്ചി വാട്ടർ മെട്രോ. ഈറ്റ് റൈറ്റ് കേരള എന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ഈറ്റ് റൈറ്റ് കേരള. ഈറ്റ് റൈറ്റ് കേരള. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല. നേരത്തെ ആർത്തവ അവധി അനുവദിച്ചത് കുസാറ്റ്. ഇപ്പോ രക്തദാനത്തിന് വേണ്ടിയിട്ട് ആർത്തവ അവധി അനുവദിച്ചത് കുസാറ്റാണ്. രക്തദാനത്തിന് വേണ്ടി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാലയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. കോർപ്പ്, കോർപ്പറേഷൻ, ആ പേര് തന്നെയുണ്ട്. കോർപ്പറേഷൻ, കോർപ്പ്, ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. അശ്വിൻ ശേഖർ ക്ലാസ് എടുത്തപ്പോഴും ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽ പെട്ട 33928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് അശ്വിൻ ശേഖറിന്റെ പേരാണ് നൽകിയത്. ഇങ്ങനെ ചിഹ്നഗ്രഹത്തിന് പേര് വരുന്ന രണ്ടാമത്തെ മലയാളിയാണ് അശ്വിൻ ശേഖർ. ആദ്യത്തെ മലയാളി വൈനു ബാപ്പു. ഓർക്കുക. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. ഒന്നാമതെത്തിയത് കാസർഗോഡ് ജില്ലയാണ്. അരങ്ങ് 2023 ഒരുമയുടെ പലമ കുടുംബശ്രീ സംസ്ഥാന കലോത്സവം ഒന്നാമതെത്തിയത് കാസർഗോഡ്. ഈ കലോത്സവം സംഘടിപ്പിക്കപ്പെട്ടത് എവിടെയാണ്? വേദി എവിടെയായിരുന്നു? തൃശ്ശൂരാണ്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോയുടെ പേരാണ് റേഡിയോശ്രീ. കുടുംബശ്രീ റേഡിയോശ്രീ. കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്ന മെയ് 17 കേരളത്തിൽ കുടുംബശ്രീ ദിനം. KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് UITPയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ് എന്നാണ് ചോദ്യം. ബെൽജിയത്താണ്. ബെൽജിയം. എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? PS ശ്രീധരൻ പിള്ള. എന്റെ പ്രിയ കഥകൾ PS ശ്രീധരൻ പിള്ള. കാലശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചതാര്? ചെറായി രാമദാസ്. ചെറായി രാമദാസ് ആണ് ദാക്ഷായണി വേലായുധനെ കുറിച്ച് കാലശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചത്. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായിട്ടുള്ള വനിതകളാണ്, മലയാളി വനിതകൾ. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമയാണ് 2018 എവരിവൺ ഈസ് എ ഹീറോ. 2018 ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത 2018 ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ് കോട്ടയമാണ്. കോട്ടയത്തെ കളക്ടറേറ്റ് ആണ് സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ്. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ആണ്. ജഗ്ദീപ് ധൻകർ. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയം നിലവിൽ വരുന്നത് കവടിയാർ ആണ്. കവടിയാർ. അപ്പോൾ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. ഈറ്റ് റൈറ്റ് കേരള എന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. കേരള സർവകലാശാല രക്തദാനത്തിന് വേണ്ടി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം.
ഇനി ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ്. അശ്വിൻ ശേഖർ ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് അശ്വിൻ ശേഖറിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ മലയാളിയാണ്. ഇങ്ങനെ ചിഹ്നഗ്രഹത്തിന് പേര് കിട്ടുന്ന രണ്ടാമത്തെ മലയാളിയാണ് ആര്? അശ്വിൻ ശേഖർ. ആദ്യത്തെ മലയാളി മൈനു ബാപ്പു. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ. ഈ കലോത്സവത്തില് ഒന്നാമതെത്തിയത് കാസർഗോഡ്. വേദി എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നു. റേഡിയോശ്രീ എന്നത് കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ റേഡിയോയുടെ പേരാണ്. കേരളത്തിൽ കുടുംബശ്രീ ദിനം മെയ് 17. ബെൽജിയം UITP അതായത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആസ്ഥാനം ബെൽജിയമാണ്. എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ള. കാലശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ ചെറായി രാമദാസ്. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ് കോട്ടയമാണ്. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപതി ജഗദീപ് ധൻകറാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കവടിയാറാണ്. അടുത്ത ചോദ്യം, 2023 ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത്? പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് സ്ഥിതി ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വരെ PSC ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 2023 ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് ലഭിച്ചു. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശൂർ. ഇരിഞ്ഞാടപ്പള്ളി രാമൻ എന്നാണ് ഈ ആനയ്ക്ക് പേരിട്ടിരിക്കുന്നത്, റോബോട്ട് ആനയെ. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കുമരകമാണ്. കുമരകം. 2023 G20 ഉച്ചകോടി നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാ? കുമരകമാണ്. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി. സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ M. ഷാജർ. M. ഷാജർ ആണ് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ കേരളത്തിന്റെ അടുത്ത ഫാക്റ്റ് ആണ് ജല ബഡ്ജറ്റ്. ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാ? കേരളം. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏത്? വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി, വയനാട്. മുൻ മന്ത്രി KK ശൈലജ ടീച്ചറിന്റെ ആത്മകഥ അടുത്തിടെ പുറത്തിറങ്ങി. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നതാണ് ആത്മകഥയുടെ പേര്. മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് KK ശൈലജ ടീച്ചറിന്റെ ആത്മകഥയാണെന്ന് ഓർക്കുക. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ്? പത്മാലക്ഷ്മി. പത്മാലക്ഷ്മിയാണ് കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിതയാണ് S. സന്ധ്യ. സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത S. സന്ധ്യയാണ്. അടുത്ത ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ്. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആര്? PT ഉഷ. മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ. കേരളത്തിലെ രണ്ടാമത്തതും മലബാറിലെ ആദ്യത്തേതും ഫിഷറീസ് കോളേജ് പയ്യന്നൂര്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചിയായ ബയാനത്ത് എന്ന പായ്വഞ്ചിയിലാണ് ഇദ്ദേഹം ഈ ഒരു നേട്ടം പൂർത്തിയാക്കിയത്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന KFON കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2023 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ അന്ന്. 2023 പരിസ്ഥിതി ദിനത്തിന്റെ അന്നാണ് KFON പദ്ധതി, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. KFONന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോളാം. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. അപ്പൊ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2023 ജൂൺ 5 2023 ജൂണിൽ തിരുനെല്ലി എവിടെയാ? വയനാട്.
തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേരാണ് ഡ്രാപ്പോസ സെബാസ്ത്യാനി. ഡ്രാപ്പോസ സെബാസ്ത്യാനി എന്നത് ചിലന്തിയാണെന്ന് ഓർക്കണേ. ചിലന്തി എവിടെയാ കണ്ടെത്തിയത്? വയനാട് ജില്ലയിലെ തിരുനെല്ലിയിലാണ് കണ്ടെത്തിയത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമത് കേരളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഇമ്പോർട്ടന്റ് ആണ്. കലങ്ങുമ്മുകൾ, പുനലൂർ നഗരസഭയിലെ കലങ്ങുമ്മുകൾ വാർഡാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. ഈറ്റ് റൈറ്റ് കേരളയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവാരം അറിഞ്ഞ് കഴിക്കാം. ഈറ്റ് റൈറ്റ് കേരള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയത് ഡോക്ടർ സുഷമ ശങ്കർ ആണ്. ഡോക്ടർ സുഷമ ശങ്കർ. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം നേടിയ മലയാളി വനിതയാര്? AR ഗീത. ഗീത AR ആണ്. ഫ്ലോറൻസ് നൈറ്റിംഗൽ, ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം 2023 നേടിയ മലയാളി വനിത. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് നിഖിത ജോബി. പഞ്ചായത്ത് അംഗം നിഖിത ജോബി. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഓർക്കുക. അടുത്തതിലേക്ക് പോകാം. നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏത്? കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ളത്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ബീഹാർ. കൂടാതെ നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ്? എറണാകുളം ജില്ലയിലാണ് ദാരിദ്ര്യമില്ലാത്തത്. അപ്പോൾ നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളം. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി ഏതാ? കേരള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി. നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത ശക്തൻ നഗർ, തൃശൂർ. തൃശൂരിലെ ശക്തൻ നഗർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത. ആകാശ നടപ്പാത. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വ്യോമ ഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിത ഡ്രോൺ പറത്തുന്നതിലാണ് റിൻഷ പട്ടക്കൽ. റിൻഷ പട്ടക്കൽ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. ജിതിൻ വിജയൻ. സാഗർമാല എന്ന പദ്ധതി കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ്. തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന കുടുംബശ്രീ മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? സാഗർമാല. സാഗർമാല. അപ്പൊ പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ്. റീസെന്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് കുടുംബശ്രീയുടെ ഒക്കെ പദ്ധതി എപ്പോഴും ചോദിക്കാറുണ്ട്. സാഗർമാല എന്ന് പറയുമ്പോൾ തന്നെ തീരദേശവാസികളാണെന്ന് ഓർക്കുക. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. സമുന്നതി ഓർക്കുക. സമുന്നതി പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതി. ഓപ്പറേഷൻ ഇ സേവ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ സേവനത്തിന് വേണ്ടിയിട്ടാണല്ലോ അക്ഷയ കേന്ദ്രങ്ങൾ. അപ്പോൾ ഓപ്പറേഷൻ ഇ സേവ എന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ്, പരിശോധനയാണ്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഓപ്പറേഷൻ സ്റ്റെപ്പിനി കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടിപ്പാടം. കാന്റിലിവർ എന്ന് പറയുമ്പം ഈ ഒരു സൈഡിലായിരിക്കും സപ്പോർട്ട്, അവിടെ നിന്ന് ഇങ്ങനെ നീണ്ടിരിക്കുന്ന പാലമാണ് കാന്റിലിവർ ബ്രിഡ്ജ്. കാന്റിലിവർ കണ്ണാടി പാലം, ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും വലുത് എവിടെയാണ്? വാഗമണിലാണ് ഓപ്പൺ ചെയ്തത്.